പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. വെളിപ്പാട് 21 അധ്യായം 8 വാക്യത്തെ അടിസ്ഥാനമാക്കി ബിംബാരാധികൾക്കുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന തീപ്പൊയ്കയും അത്രേ എന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ ചിന്തിക്കുകയുണ്ടായി. പഴയ നിയമത്തിലെ ഒരു സംഭവ കഥ പറഞ്ഞുകൊള്ളട്ടെ. ബാബേൽ രാജാവായ നെബൂഖദ്നേസർ രാജാവിൻ്റെ കാലത്ത് നിർത്തിയ സ്വർണബിംബത്തെ ആരെങ്കിലും നമസ്കരിക്കാതിരുന്നാൽ അവരെ എരിയുന്ന തീച്ചുളയിൽ ഇട്ടുകളയും എന്നൊരു കൽപ്പന പുറപ്പെടുവിച്ചു. എന്നാൽ ബാബേൽ സംസ്ഥാനത്തിലെ കാര്യാദികൾക്ക് മേൽവിചാരകന്മാരായി നിയമിച്ച ശദ്രക്, മേശക്, അബദ്നഗോ എന്നീ യഹൂദ ബാലന്മാർ രാജാവ് നിർത്തിയ സ്വർണബിംബത്തെ നമസ്കരിക്കുവാൻ കൂട്ടാക്കിയില്ല. വിഗ്രഹാരാധന ദൈവം വെറുക്കുന്നതാണ് എന്നറിയാമായിരുന്ന ഈ യഹൂദ പുരുഷന്മാർ രാജാവിൻ്റെ കൽപ്പനയെ കൂട്ടാക്കിയില്ല എന്ന് കാണുന്നു. ചില കൽദയർ ഈ യഹൂദന്മാരെക്കുറിച്ച് രാജാവിൻ്റെ അടുക്കൽ കുറ്റം ബോധിപ്പിച്ചു. രാജാവ് ഉഗ്രകോപം പൂണ്ട് ശദ്രക്കിനെയും മേശക്കിനെയും അബദ്നഗോവിനെയും കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. രാജാവ് അവരോട് പറഞ്ഞത്, ഇപ്പോൾ കാഹളം, തമ്പുരു, കുഴൽ, വീണ, നാഗസ്വരം മുതലായ സകലവിധ വാദ്യനാദവും കേൾക്കുന്ന സമയത്ത് നിങ്ങൾ സ്വർണബിംബത്തെ നമസ്കരിച്ചു കൊള്ളുക, ഇല്ലെങ്കിൽ നിങ്ങൾ എരിയുന്ന തീച്ചൂളയിൽ ഇട്ടുകളയും എന്ന് പറഞ്ഞു. അവർ ഉറപ്പുള്ളവരും ധൈര്യമുള്ളവരുമായിരുന്നതുകൊണ്ട് രാജാവിനോട് പറഞ്ഞത്, ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ നിന്നും രാജാവിൻ്റെ കയ്യിൽ നിന്നും വിടുവിക്കും. ഇല്ലെങ്കിലും ഞങ്ങൾ രാജാവിൻ്റെ ദേവന്മാരെ സേവിക്കുകയില്ല, രാജാവ് നിർത്തിയ സ്വർണബിംബത്തെ നമസ്കരിക്കുകയുമില്ല എന്ന് ഉത്തരം പറഞ്ഞു. രാജാവിൻ്റെ മുഖഭാവം മാറി. ചൂള പതിവായി ചൂട് പിടിപ്പിച്ചതിൽ 7 മടങ്ങ് ചൂട് പിടിപ്പിപ്പാൻ രാജാവ് കൽപ്പിച്ചു. ശദ്രക്കിനെയും മേശക്കിനെയും അബദ്നഗോവിനെയും ബന്ധിച്ച് എരിയുന്ന തീച്ചുളയിലിട്ട് കളയുവാൻ രാജാവ് കൽപ്പിച്ചു. തൻ്റെ സൈന്യത്തിലെ ബലവാന്മാരായ ചില പുരുഷന്മാർ ഈ 3 പേരെയും ബന്ധിച്ച് തീച്ചൂളയിൽ ഇട്ടുകളഞ്ഞു. അവരെ എടുത്തുകൊണ്ടുപോയ പുരുഷന്മാരെ അഗ്നിജ്വാല ദഹിപ്പിച്ചു കളഞ്ഞു. എന്നാൽ ബന്ധിക്കപ്പെട്ടവരായി തീച്ചൂളയിലേക്ക് എറിയപ്പെട്ട എബ്രായ ബാലന്മാർ കെട്ടഴിഞ്ഞ് തീയിൽ നടക്കുന്ന കാഴ്ചയാണ് രാജാവ് കണ്ടത്. അവരോടൊപ്പം നാലാമനായി ഒരാൾ കൂടെ തീയിൽ നടക്കുന്നുണ്ടായിരുന്നു. 4-മത്തവൻ്റെ രൂപം ഒരു ദൈവപുത്രനോട് ഒത്തിരിക്കുന്നതായി രാജാവ് കണ്ടു ഭ്രമിച്ചുപോയി. രാജാവ് തന്നെ തീച്ചുളയുടെ വാതിക്കൽ അടുക്കൽ ചെന്ന്, അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാരെ പുറത്ത് വരുവേൻ എന്ന് കൽപ്പിച്ചു. അങ്ങനെ അവർ 3 പേരും തീയിൽ നിന്ന് പുറത്തു വന്നു. ആ പുരുഷന്മാരുടെ ദേഹത്തിന് തീ പിടിക്കാതെയും അവരുടെ തലമുടി കരിയാതെയും കാൽച്ചട്ടയ്ക്ക് കേടുപറ്റാതെയും തീയുടെ മണം പോലും തട്ടാതെയും ഇരുന്നത് കണ്ട് രാജാവ് പറഞ്ഞു, ഈ വിധത്തിൽ വിടുവിപ്പാൻ കഴിയുന്ന മറ്റൊരു ദൈവവുമില്ല എന്ന് രാജാവിന് ബോധ്യമായി. ഈ വിധത്തിൽ വിടുവിപ്പാൻ കഴിയുന്ന മറ്റൊരു ദൈവവും ഇല്ലായ്ക കൊണ്ട് ഏത് ജാതിക്കാരിലും വംശക്കാരിലും ഭാഷക്കാരിലും ആരെങ്കിലും ശദ്രക്കിൻ്റെയും മേശക്കിൻ്റെയും അബദ്നഗോവിൻ്റെയും ദൈവത്തിന് വിരോധമായി വല്ല തെറ്റും പറഞ്ഞാൽ അവനെ കഷ്ണമായി ശകലിക്കുകയും അവൻ്റെ വീട് കപ്പക്കുന്നാക്കുകയും ചെയ്യുമെന്ന് രാജാവ് വിധി കൽപ്പിച്ചു. പിന്നെ രാജാവ് ശദ്രക്കിനും മേശക്കിനും അബദ്നഗോവിനും ബാബേൽ സംസ്ഥാനത്ത് സ്ഥാനമാനങ്ങൾ കൽപ്പിച്ചു കൊടുത്തതായി കാണുന്നു. ഇന്നത്തെ ഇറാഖാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ബാബേൽ സംസ്ഥാനം. BC 600 നടന്ന ചരിത്ര സംഭവമാണ് ഇത്. വെളിപ്പാട് 21 8 വാക്യത്തിൽ വായിച്ചത്, ഭീരുക്കൾ, അവിശ്വാസികൾ, അറക്കപ്പെട്ടവർ, കുലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ഭോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധവും കത്തുന്ന പൊയ്കയിലത്രേ. ആരാണ് ഭീരുക്കൾ എന്ന് തിരുവചനത്തിൽ നിന്ന് നോക്കാം. പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ യേശു സൗഖ്യമാക്കി. ഇത് കണ്ട്, ഇവൻ ഇവിടെ ഇരുന്ന് ഭിക്ഷ യാചിച്ചവനല്ലോ, ഇവൻ എങ്ങനെ സൗഖ്യമായി എന്ന് അവനോട് തന്നെ ചില പരീശന്മാർ ചോദിച്ചു. യേശു തൻ്റെ കണ്ണിന്മേൽ ചേറ് പുരട്ടിയതും അവൻ ശിലോഹം കുളത്തിൽ പോയി കഴുകിയതും കാഴ്ച പ്രാപിച്ചതും ഒക്കെ അവരോട് പറഞ്ഞു.
നീ അവനെക്കുറിച്ച് എന്തു പറയുന്നുവെന്ന് ചോദിച്ചതിന് കുരുടന്റെ മറുപടി, അവനൊരു പ്രവാചകൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നായിരുന്നു. എന്നാൽ പരീശന്മാർ സത്യം ചോദിച്ചറിയേണ്ടതിന് കുരുടന്റെ അമ്മയപ്പന്മാരുടെ അടുക്കൽ ചെന്നു. ഇവൻ കുരുടനായിരുന്നുവോ? കാഴ്ച പ്രാപിച്ചത് എങ്ങനെ എന്ന് ചോദിച്ചതിന് അവൻ്റെ അമ്മയപ്പന്മാർ പറഞ്ഞ മറുപടി, ഞങ്ങളുടെ മകൻ കുരുടനായി ജനിച്ചവൻ തന്നെ, എന്നാൽ കണ്ണു കാണുന്നത് എങ്ങനെയെന്ന് അറിയുന്നില്ല. ഇവന് പ്രായമുണ്ടല്ലോ, അവനോട് തന്നെ ചോദിപ്പിൻ എന്ന് പറഞ്ഞു. യഹൂദന്മാരെ ഭയപ്പെടുകൊണ്ടാണ് അവർ അങ്ങനെ ഉത്തരം പറഞ്ഞത്. അവനെ ക്രിസ്തു എന്നേറ്റു പറയുന്നവർ പള്ളിഭ്രഷ്ടനാകണം എന്ന് യഹൂദന്മാർ പറഞ്ഞൊത്തിരുന്നു. അവർ പള്ളിഭ്രഷ്ടർ ആകും എന്ന് ഭയന്ന് പേടിച്ചിട്ട് അവൻ ക്രിസ്തുവാണ് എന്ന് ഏറ്റുപറയുവാൻ അവർ മടിച്ചു. യേശു ദൈവപുത്രൻ ആണ് എന്ന് വിശ്വസിക്കുവാൻ തക്കവണ്ണം അത്ഭുതം അവരുടെ ഇടയിൽ ചെയ്തിട്ടും അവർ യഹൂദന്മാരെ ഭയന്ന് ഏറ്റുപറഞ്ഞില്ല. ഇങ്ങനെ സമൂഹത്തെ ഭയന്ന് യേശുവിനെ ഏറ്റുകൊള്ളാത്തവരാണ് ഭീരുക്കൾ. എന്നാൽ കുരുടൻ പറഞ്ഞത്, അവൻ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നവൻ തന്നെ, അല്ലെങ്കിൽ അവനൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ഇത് കേട്ട യഹൂദന്മാർ കുരുടനെ ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി കളഞ്ഞു. അവനെ പുറത്താക്കി എന്ന് യേശു കേട്ട് തിരികെ വന്ന് അവനോട് ചോദിച്ചു, നീ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നുവോ? അവൻ ആറാകുന്നു യജമാനനെ, ഞാൻ അവനിൽ വിശ്വസിക്കാം എന്ന് കുരുടൻ ഉത്തരം പറഞ്ഞു. നിന്നോട് സംസാരിക്കുന്നവൻ തന്നെ എന്ന് പറഞ്ഞ് യേശു തന്നെ കുരുടന് വെളിപ്പെടുത്തിയപ്പോൾ, കർത്താവെ, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞവനെ നമസ്കരിച്ചു. യേശു ദൈവപുത്രൻ എന്ന് തന്നിൽ വിശ്വസിക്കുന്നവരെ ചേർത്തുകൊള്ളുവാനാണ് കർത്താവ് വീണ്ടും വരുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 26-ാം വാക്യത്തിൽ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത് വായിക്കുന്നു. ആരെങ്കിലും എന്നെയും എൻ്റെ വചനങ്ങളെയും കുറിച്ച് നാണിച്ചാൽ അവനെക്കുറിച്ച് മനുഷ്യപുത്രൻ തൻ്റെയും പിതാവിൻ്റെയും വിശുദ്ധ ദൂതന്മാരുടെയും മഹത്വത്തിൽ വരുമ്പോൾ നാണിക്കും. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ട് തന്നെത്താൻ നഷ്ടമാക്കി കളയുകയോ ഛേദം വരുത്തുകയോ ചെയ്താൽ അവന് എന്ത് പ്രയോജനം എന്ന ചോദ്യം വിലയിരുത്തേണ്ടതാണ്. നമ്മുടെ പാരമ്പര്യം നിലനിർത്തുവാനോ സമൂഹത്തിൽ വില നഷ്ടപ്പെടുമോ എന്നൊക്കെ ഭയന്ന് സത്യങ്ങൾ മനസ്സിലാക്കിയാലും അത് ഏറ്റെടുക്കാതിരുന്നാൽ ഭീരുക്കളുടെ കൂട്ടത്തിൽ ദൈവം അവരെ കാണുന്നു. യേശുവിൻ്റെ വചനങ്ങളെക്കുറിച്ച് നാണിച്ചാൽ മനുഷ്യപുത്രൻ തൻ്റെയും പിതാവിൻ്റെയും വിശുദ്ധ ദൂതന്മാരുടെയും മഹത്വത്തിൽ വരുമ്പോൾ അവരെക്കുറിച്ച് നാണിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. ന്യായാധിപനായ പിലോത്തോസിൻ്റെ മുമ്പിൽ യേശുവിനെ ക്രൂശിക്കുക എന്ന് ആർത്തു വിളിച്ച യഹൂദന്മാരെക്കുറിച്ച് തിരുവചനം പറയുന്നു, അവർ അവനിൽ വിശ്വസിക്കായക കൊണ്ട് അവർക്ക് ന്യായവിധി വന്നു കഴിഞ്ഞു. നോഹയുടെ കാലത്ത് ജലപ്രളയം കൊണ്ട് ഭൂമിയെ നശിപ്പിക്കുവാനുണ്ടായ കാരണം മനുഷ്യൻ്റെ ദുഷ്ടത നിമിത്തമായിരുന്നു. ഭൂമി അതിക്രമം കൊണ്ട് നിറഞ്ഞിരുന്നത് കൊണ്ട് നീതിമാനായ നോഹയുടെ കുടുംബമൊഴികെ എല്ലാവരെയും ദൈവം നശിപ്പിച്ചു എന്ന് കാണുന്നു. അറക്കപ്പെട്ടവർ, കുലപാതകന്മാർ, ദുർനടപ്പുകാർ മുതലായവരും ബിംബാരാധികളോടൊപ്പം തീപ്പൊയ്കയിലേക്ക് തള്ളപ്പെടുന്നവരുടെ കൂട്ടത്തിലാണ്. മറ്റുള്ളവരുടെ മുതൽ അല്ലെങ്കിൽ സ്വത്ത് ചതിയിലൂടെ അവകാശമാക്കുന്നവരെയാണ് അറക്കപ്പെട്ടവരെന്ന് പറയുന്നത്. നാബോത്തിന്റെ മുന്തിരിത്തോട്ടം തനിക്ക് ചീരത്തോട്ടമാക്കണമെന്ന് ആഗ്രഹിച്ച ആഹാബ് രാജാവിൻ്റെ ഭാര്യ ഇസബെല്ല ആഹാബിൻ്റെ പേർ വെച്ച് എഴുത്തെഴുതി അവൻ്റെ മുദ്ര കൊണ്ട് മുദ്രയിട്ട് പട്ടണത്തിൽ പാർക്കുന്ന മൂപ്പന്മാർക്കും പ്രധാനികൾക്കും അയച്ചു. അതുകൂടാതെ നീചന്മാരായ ആളുകളെ നിർത്തി രാജാവിനെയും ദൈവത്തെയും അവൻ ദുഷിച്ചു എന്ന് പറഞ്ഞ് നാബോത്തിനെതിരെ കള്ളസാക്ഷ്യം പറയിച്ചു. അവർ അവനെ പട്ടണത്തിന് പുറത്തു കൊണ്ടുപോയി കല്ലെറിഞ്ഞു കൊന്നുകളഞ്ഞു എന്ന് കാണുന്നു. അങ്ങനെ നാബോത്തിനെ കൊന്നിട്ട് രാജാവ് നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം കൈവശമാക്കി. പിടിച്ചുപറി, കുലപാതകം, ഈ അകൃത്യങ്ങൾ ചെയ്ത് ദൈവത്തെ കോപിപ്പിച്ച ആഹാബിൻ്റെയും ഇസബല്ലയുടെയും അന്ത്യം അതിദാരുണമായിരുന്നു. ആഹാബിൻ്റെ കുടുംബത്തെ അശേഷം നിർമൂലമാക്കി എന്ന് 1 രാജാക്കന്മാരുടെ പുസ്തകം 21-ാം അധ്യായത്തിൽ കാണുന്നു. സൊദോം ഗൊമോറ എന്ന പട്ടണം നശിപ്പിക്കപ്പെടുന്നത് അവിടുത്തെ വഷളത്വം കൊണ്ടാണ്. ലോത്തിൻ്റെ അടുക്കൽ എത്തിയ ദൂതന്മാരെ ഭോഗിക്കേണ്ടതിന് ഞങ്ങളുടെ അടുക്കൽ അവരെ പുറത്തു കൊണ്ടുവാ എന്ന് പറഞ്ഞ് വാതിൽ തിക്കിപ്പൊളിപ്പാൻ ശ്രമിച്ച
പുരുഷന്മാർക്ക് ആബാലവൃദ്ധം ദൈവം അന്ധത പിടിപ്പിച്ചത് ഉൽപ്പത്തി പുസ്തകം 19 അധ്യായത്തിൽ കാണുന്നു. ദാവീദ് രാജാവ് ഊരിയാവിൻ്റെ ഭാര്യയെ മോഹിച്ച് അവളെ ഭാര്യയാക്കിയതും ഊരിയാവിനെ കൊല്ലിച്ചതുമായ വലിയ പാപം നിമിത്തം ദൈവകോപം ഉണ്ടായിട്ട് വാൾ ദാവീദ് ഗൃഹത്തെ ഒരിക്കലും വിട്ടുമാറുകയില്ല എന്ന് നാഥാൻ പ്രവാചകനെ അയച്ച് ദൈവം അറിയിച്ചത് 1 രാജാക്കന്മാരുടെ പുസ്തകം 12 അധ്യായത്തിൽ കാണുന്നു. പുതിയ നിയമത്തിൽ അനന്യാസും സഫീറയും നിലം വിറ്റുകിട്ടിയ പണം കുറെ മാറ്റി വെച്ചിട്ട് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കാഴ്ചവെച്ചിട്ട് മുഴുവനും ദൈവത്തിന് കൊടുക്കുന്നു എന്ന് കള്ളം പറഞ്ഞതിനാൽ അതിൻ്റെ അനന്തരഫലം അവരുടെ പെട്ടെന്നുള്ള മരണം ആയിരുന്നു. ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കാതെ പാപം ചെയ്തവരുടെ മേൽ ന്യായവിധി വന്നിട്ടുള്ള ധാരാളം കഥകൾ ബൈബിളിൽ വേറെയുമുണ്ട്. പിടിച്ചുപറി, കള്ളസാക്ഷ്യം, വ്യഭിചാരം, കുലപാതകം, ബിംബാരാധന ഇങ്ങനെയുള്ള പാപങ്ങൾ നിമിത്തം ദൈവകോപവും ന്യായവിധിയും ഉണ്ടാകും എന്നത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത കൽപ്പനയാണ്. എന്നാൽ ആരെങ്കിലും യേശുക്രിസ്തുവിൽ കൂടെ ദൈവത്തോട് അടുത്തു വരുന്നെങ്കിൽ ദൈവം മനുഷ്യരോട് കരുണ കാണിക്കുന്ന ദൈവമാണ്. ആരെങ്കിലും പാപങ്ങളെക്കുറിച്ച് മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിയുന്നുവെങ്കിൽ അവരുടെ പാപങ്ങളെ ക്ഷമിച്ച് അവരെ നീതീകരിക്കുവാൻ ദൈവം കരുണയുള്ളവനാണ്. തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനെ സകല മനുഷ്യരുടെയും പാപങ്ങൾക്ക് പരിഹാരമായി ക്രൂശമരണം ഏൽക്കുവാൻ അനുവദിച്ചുകൊണ്ടാണ് ദൈവസ്നേഹം താൻ വെളിപ്പെടുത്തിയത്. യോഹന്നാൻ 1 പുസ്തകം 1 അധ്യായം 9 വാക്യത്തിൽ വായിക്കുന്നു, നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മിൽ ഇല്ലാതെയായി. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. നിത്യമരണത്തിലേക്ക് മനുഷ്യനെ നയിക്കുന്ന പാപങ്ങളിൽ നിന്ന് മാനസാന്തരപ്പെട്ട് ദൈവം തരുന്ന ശാശ്വത സമാധാനത്തിലേക്കും ദൈവപുത്രന്മാർ എന്ന പദവിയിലേക്കും മടങ്ങി വരുവാൻ എല്ലാവർക്കും അവകാശമുണ്ട്. യേശുവിനെ സ്വന്തം രക്ഷിതാവും ദൈവവുമായി അംഗീകരിച്ച് നിത്യരക്ഷ അവകാശമാക്കുവാൻ എല്ലാവർക്കും ദൈവം കൃപ നൽകുമാറാകട്ടെ. പാപങ്ങളിൽ മുഴുകിയിരിക്കുന്ന ജീവിതങ്ങൾക്ക് വിടുതലാകേണ്ടതിനും പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ആവശ്യമായ എല്ലാവർക്കും ഈ വചനം അയച്ചു കൊടുക്കുവാൻ ഉത്സാഹിക്കാം. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. സുവിശേഷം മറ്റുള്ളവരെ അറിയിക്കാം. കർത്താവിങ്കിലേക്ക് നയിക്കുവാൻ, പലരെയും നയിക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകുമാറാകട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.